Hi everyone, this is Henna. Welcome to Henna's English. ഇന്ന് നമുക്ക് വി എന്ന വാക്കിനെ കുറിച്ച് പഠിക്കാം. ഈ വാക്കിനെ ഞങ്ങൾ, നമ്മൾ, നാം, ഞങ്ങൾക്ക്, നമ്മൾക്ക്, നമുക്ക് എന്നൊക്കെയാണ് അർത്ഥം. എൻ്റെ സെൻറ്റൻസുകൾ നോക്കൂ. വി ആർ സേഫ്, ഞങ്ങൾ സുരക്ഷിതരാണ്, അല്ലെങ്കിൽ നമ്മൾ സുരക്ഷിതരാണ്, അല്ലെങ്കിൽ നാം സുരക്ഷിതരാണ്. മൂന്ന് രീതിയിലും അർത്ഥം പറയാം. ആർ എന്ന് പറഞ്ഞാൽ ആണ്, സേഫ് എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായ. അടുത്ത സെൻറ്റൻസ്, വി ഹാവ് ക്ലാസ് ടുമോറോ, ഞങ്ങൾക്ക് നാളെ ക്ലാസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് നാളെ ക്ലാസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് നാളെ ക്ലാസ് ഉണ്ട്. മൂന്ന് രീതിയിലും അർത്ഥം പറയാം. ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട്, ടുമോറോ എന്നാൽ നാളെ. ഇനി നമുക്ക് വി എന്ന വാക്കിൻ്റെ മറ്റ് രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അവർ, അസ്, അവേഴ്സ് ഇവയാണ് വി എന്ന വാക്കിൻ്റെ മറ്റ് രൂപങ്ങൾ. ആദ്യം നമുക്ക് അവർ എന്ന വാക്കിനെ കുറിച്ച് പഠിക്കാം. അവർ എന്ന വാക്കിനെ ഞങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ എന്നാണ് അർത്ഥം. ഒരു സെൻറ്റൻസ് നോക്കൂ. അവർ നൈബർ ഈസ് ആൻ എൻജിനീയർ, ഞങ്ങളുടെ അയൽവാസി ഒരു എൻജിനീയർ ആണ്, അല്ലെങ്കിൽ നമ്മുടെ അയൽവാസി ഒരു എൻജിനീയർ ആണ്. രണ്ട് രീതിയിലും അർത്ഥം പറയാം. നൈബർ എന്ന് പറഞ്ഞാൽ അയൽവാസി, ഈസ് ആണ്, ആൻ ഒരു. ആൻ എന്ന വാക്കിന് ഒരു എന്നാണ് അർത്ഥം. എ എന്ന വാക്കിനും ആൻ എന്ന വാക്കിനും ഒരു എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷേ ഇവ രണ്ടും ഉപയോഗിക്കേണ്ട സന്ദർഭത്തിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ആൻ എന്നാണ് ഉപയോഗിക്കേണ്ടത്, എ എൻജിനീയർ എന്ന് ഉപയോഗിക്കരുത്, അത് തെറ്റാണ്. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് എ ആൻ എന്ന വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അടുത്തത് അസ്. അസ് എന്ന വാക്കിന് ഞങ്ങളെ, നമ്മളെ, ഞങ്ങൾക്ക്, നമുക്ക്, ഞങ്ങളോട്, നമ്മളോട് എന്നൊക്കെയാണ് അർത്ഥം. കുറച്ച് സെൻറ്റൻസുകൾ നോക്കൂ. ഹി ഇൻവൈറ്റഡ് അസ്, അദ്ദേഹം ഞങ്ങളെ ക്ഷണിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം നമ്മളെ ക്ഷണിച്ചു. രണ്ട് രീതിയിലും അർത്ഥം പറയാം. ഈ സെൻറ്റൻസിലെ ഹി എന്ന വാക്കിന് അവൻ, അദ്ദേഹം, അയാൾ എന്നൊക്കെ അർത്ഥമുണ്ട്. ഇൻവൈറ്റഡ് എന്ന് പറഞ്ഞാൽ ക്ഷണിച്ചു. ഇൻവൈറ്റ് എന്ന വാക്കിൻ്റെ മറ്റൊരു രൂപമാണ് ഇൻവൈറ്റഡ്. ഇംഗ്ലീഷിൽ അതിനെ പാസ്റ്റ് ഫോം എന്നാണ് പറയുന്നത്. ഇൻവൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ഷണിക്കുക, ഇൻവൈറ്റഡ് എന്ന് പറഞ്ഞാൽ ക്ഷണിച്ചു. അടുത്ത സെൻറ്റൻസ്, ദേ ഗവ് അസ് സം മണി, അവർ ഞങ്ങൾക്ക് കുറച്ച് പണം തന്നു, അല്ലെങ്കിൽ അവർ നമുക്ക് കുറച്ച് പണം തന്നു. രണ്ട് രീതിയിലും അർത്ഥം പറയാം. ദേ എന്ന് പറഞ്ഞാൽ അവർ, ഗേവ് തന്നു അല്ലെങ്കിൽ നൽകി. ഗിവ് എന്ന വാക്കിൻ്റെ പാസ്റ്റ് ഫോമാണ് ഗേവ്. ഗിവ് എന്ന് പറഞ്ഞാൽ നൽകുക, കൊടുക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഗേവ് എന്ന് പറഞ്ഞാൽ തന്നു അല്ലെങ്കിൽ നൽകി എന്നുമാണ് അർത്ഥം. സം എന്ന് പറഞ്ഞാൽ കുറച്ച്, മണി എന്നാൽ പണം. ഇനി അടുത്ത സെൻറ്റൻസ്, ഷീ ടോൾഡ് അസ്, അവൾ ഞങ്ങളോട് പറഞ്ഞു, അല്ലെങ്കിൽ അവൾ നമ്മളോട് പറഞ്ഞു. രണ്ട് രീതിയിലും അർത്ഥം പറയാം. ഷീ എന്ന് പറഞ്ഞാൽ അവൾ, ടോൾഡ് പറഞ്ഞു. ടെൽ എന്ന വാക്കിൻ്റെ പാസ്റ്റ് ഫോമാണ് ടോൾഡ്. ടെൽ എന്ന് പറഞ്ഞാൽ പറയുക, ടോൾഡ് പറഞ്ഞു. ഇനി അടുത്തത് അവേഴ്സ്. അവേഴ്സ് എന്ന വാക്കിന് ഞങ്ങളുടേത് അല്ലെങ്കിൽ നമ്മുടേത് എന്നാണ് അർത്ഥം. ഇനി ഒരു സെൻറ്റൻസ് നോക്കാം. ദിസ് കാർ ഈസ് അവേഴ്സ്, ഈ കാറ് ഞങ്ങളുടേതാണ്, അല്ലെങ്കിൽ ഈ കാറ് നമ്മുടേതാണ്. രണ്ട് രീതിയിലും അർത്ഥം പറയാം. ദിസ് കാർ എന്ന് പറഞ്ഞാൽ ഈ കാറ് എന്നാണ് അർത്ഥം. ദിസ് എന്ന വാക്കിന് ഇത് എന്നും ഈ എന്നും അർത്ഥമുണ്ട്. ഇവിടെ ഈ എന്ന അർത്ഥമാണ് വരിക. ദിസ് കാറ്, ഈ കാറ്. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇംഗ്ലീഷിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് മലയാളം സെൻറ്റൻസുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ശരിയായ സെൻറ്റൻസ് ഞാൻ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം ശരിയാണോ എന്നറിയുന്നതിന് വേണ്ടി കമൻറ്റ് ബോക്സ് നോക്കുക.